മരമുല്ല. മരമുല്ല. കൊള്ളാലോ, നല്ല ഭംഗിയില്ലേ? നല്ല വെള്ള കളർ പൂവ്. അതെ, നല്ല മണമുണ്ട്. ഇതാണ് മരമുല്ല. നല്ല തീവ്ര ഗന്ധമാണ് കേട്ടോ ഈ പൂക്കൾക്ക്. നല്ല രസമാണ്. നമ്മൾ മഴ പോകുന്ന സമയത്താണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വെള്ള കളറിൽ പൂക്കൾ ഉണ്ടായാൽ ഇത് നമുക്ക് ബോൺസായി ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെടിയാണ്. അതേപോലെ തന്നെ കുറ്റിച്ചെടിയായിട്ടൊക്കെ വലിയ ഒരു ഇതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോട്ടിലുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും. എന്ത് സ്മെല്ലും ആണെന്നറിയോ? നല്ല സ്മെല്ലും ആണ്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ള പൂക്കൾ കൊണ്ട്, വെള്ള തന്നെ നമുക്ക് കണ്ണിനൊരു നല്ല ഇതല്ലേ. കാരണം ശരിക്കും പറഞ്ഞാൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്നൊക്കെ പറയുന്നത്, വെള്ള എന്ന് പറയുന്നത് സമാധാനമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പൂക്കളെ കാണുമ്പോഴത്തേക്കും നമുക്ക് കണ്ണിനൊരു സന്തോഷം, ഒരു പോസിറ്റീവ് ഫീലൊക്കെ കിട്ടും. അപ്പൊ അതുപോലെ കിട്ടുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ മരമുല്ല എന്ന് പറയുന്നത്. ഇതിൽ നിറയെ പൂക്കളാണ്. ഇത് വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ പൂവുണ്ടാവും. അപ്പം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക. അതേപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. നല്ല സ്മെല്ലുമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൂക്കൾ, നല്ല മണമുള്ള പൂക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഫീൽ അല്ലേ. അത് റോസാപ്പൂക്കൾ, മുല്ലപ്പൂക്കൾ, ഇങ്ങനെയുള്ള പൂക്കളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ളൊരു പൂവാണിത്. ശിവ എൻ്റെ അടുത്ത് പറയുമായിരുന്നു നല്ല സ്മെല്ലുണ്ടല്ലോ എന്ന്. ഇതിന് നാരങ്ങ എന്ന് പറയും, നാരങ്ങാമുല്ല എന്ന് പറയും. നാരങ്ങാമുല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ നാരകത്തിൻ്റെ ഇലയ്ക്കും പൂവിനും ഒക്കെ എല്ലാത്തിനും തന്നെ ഒരു തീവ്രതയുണ്ടല്ലോ ഇതിൻ്റെ മണത്തിന്. അപ്പം അതുപോലെ തീവ്ര ഗന്ധം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സുഗന്ധ തൈലമൊക്കെ ഉണ്ടാക്കില്ലേ, അതിനൊക്കെ അതിനുപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഈ ഒരു പൂക്കൾ. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലത്തുള്ള ചെടികളും പൂക്കളും, കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമല്ലേ. കാരണം ഇപ്പം നല്ല എന്താണ് മഞ്ഞുണ്ട്. മഞ്ഞ് സമയത്തൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കും. പിന്നെ മുല്ലപ്പൂവൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ പൂത്ത് നിന്നാണ്. അപ്പോൾ ഇത് നിറയെ പൂക്കളുണ്ട്. എനിക്ക് ഇവിടെ നിന്നുള്ള സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് എത്രത്തോളം അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത്. లేదా ശിവയോട് ചോദിച്ചു നോക്കാം. നല്ല മണമാണ്, നല്ല സ്മെല്ലുമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും.